ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഹാപ്പിയുള്ള ദിവസം ആണെന്ന് എനിക്കറിയാം. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഹാപ്പി ഉണ്ടായത് അതുകൂടെ പറയണം. എന്തുകൊണ്ടാണ് നമ്മൾ കാത്തിരുന്ന് ഒരു നല്ല ട്രേഡ് നമ്മൾ എടുത്തു അല്ലേ? നമ്മളൊരു നല്ല ട്രേഡ് എടുത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഹാപ്പി ഉണ്ടാകാൻ കാര്യം. അപ്പോൾ എന്നും അങ്ങനെ ഹാപ്പി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വൃത്തിയായിട്ട് ജയിക്കാൻ പറ്റും. ഇന്ന് ധാരാളം പേര് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങളോട് എല്ലാവരോടും. പ്രത്യേകിച്ച് പറയാനുള്ളത് പുതിയതായിട്ട് വന്നവരോടാണ്. എനിക്ക് പലരും മെസ്സേജ് അയച്ചു, സാറിൻ്റെ ലെവൽ വെച്ച് ഞാൻ ട്രേഡ് ചെയ്തു, എനിക്കിന്ന് നല്ല ലാഭം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രീസിയേഷനായിട്ട് എനിക്ക് ധാരാളം മെസ്സേജ് വന്നു. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്, സഹോദരിമാർ. ഓക്കെ, അപ്പം ചേച്ചിമാരായാലും അനിയത്തിമാരായാലും ആരായാലും ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഓപ്ഷൻ ട്രേഡിങ് തുടങ്ങിയിട്ട് 1 മാസം ആയതേ ഉള്ളൂ, 2 മാസം ആയതേ ഉള്ളൂ, 3 മാസം ആയതേ ഉള്ളൂ, 6 മാസം ആയതേ ഉള്ളൂ. അപ്പം പുതുതായിട്ട് വന്ന ചേട്ടന്മാരോടായാലും ചേച്ചിമാരോടായാലും അനിയന്മാരോടായാലും അനിയത്തിമാരോടായാലും അമ്മമാരോടായാലും ആരോടായാലും എനിക്ക് പറയാനുള്ളൊരൊറ്റ കാര്യം, നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. 1 മാസത്തെ 2 മാസം ഓപ്ഷനിലെ കയറ്റി ഇറക്കങ്ങൾ കണ്ടിട്ട് കയറിയിറക്കം ഒക്കെ കണ്ടിട്ട് അതിനകത്തിൽ ആകൃഷ്ടരായി വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരാജയ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതിനെപ്പറ്റി ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. മിക്കവാറും ഈ മാസം ഞാനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഒരു സെമിനാർ പോലെ. അപ്പം ആർക്കെങ്കിലും അതിനകത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനകത്തിലൊരു വാട്സപ്പിൻ്റെ ചാനൽ വെച്ചിട്ടുണ്ട്. ആ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയതായിട്ട് വന്നവർ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. കഴിവതും നിങ്ങൾ ഒരു 1-2 മാസം, നിങ്ങൾ ട്രേഡിങ് തുടങ്ങിയതേ ഉള്ളെങ്കിൽ 1-2 മാസം നമുക്ക് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞൊരു ഒരു ആപ്ലിക്കേഷനുണ്ട്. അതിനകത്തിൽ ഫേക്ക് മണി വെച്ചിട്ട് നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ലൈവ് മാർക്കറ്റിൽ തന്നെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടസാധ്യത വളരെ 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 കൂടുതലാണ്. ഇങ്ങനൊന്നും ആരും പറഞ്ഞു തരില്ല. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പൈസ പോകുന്ന വേദന ഹാർഡ് ഏൺ മണിയാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അത് വെറുതെ കൊണ്ടുപോയി കടലിൽ കായം കലക്കുന്ന കണക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് മേലോട്ട് നോക്കിയിരിക്കാൻ പാടില്ല. ഓക്കെ, പോയിട്ട് പിന്നെ നെഞ്ചതടിച്ചിട്ട് കാര്യമില്ല. പോയിട്ടേ പിന്നെ നെഞ്ചതടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക. വളരെ ലിമിറ്റഡായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കഴിവതും നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് ഒരു ആത്മവിശ്വാസം വരുത്തിയിട്ട് മാത്രം നിങ്ങൾ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അത്രയും ഭാഗം അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല ലാഭം കിട്ടി. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ ഞാൻ അവർക്കൊരു റിക്കവറിക്ക് വേണ്ടി അടുത്തൊരു ലെവൽ പറഞ്ഞായിരുന്നു. അവരവിടുന്ന് റിക്കവറി ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് പേരൊക്കെ അത് ഹോൾഡ് ചെയ്തു. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഇന്നും എന്തായിരുന്നു? ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇതല്ലേ 12 അല്ലല്ലോ, 13. ഇതാ ഇവിടെ വെച്ച് വലുതാക്കാം നമുക്ക്. അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റ് എന്തായിരുന്നു? ഇന്ന് ഫ്ലാറ്റ്. ഒരു സെക്കൻഡ്, പല കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നു. ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? സോറിയേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു
ഞാൻ എപ്പോഴും പറഞ്ഞത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുവാണ് നമ്മൾ പേടിക്കണം. എങ്ങോട്ടെങ്കിലും ഒരു വയലൻ്റ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഒരു ടെൻഡൻസി കാണിച്ചു. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നേരെ തിരിച്ചു വന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക്, ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിരുന്നു ആദ്യത്തെ 2-2.5-3 മിനിറ്റ് വരെ ഈ ക്യാൻഡിൽ ഗ്രീൻ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം പെട്ടെന്നൊരു ഫോൾ വന്നാണ് ഇതിങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ താഴെ SL വെച്ചിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് മുകളോട്ട് നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം അപ്പോൾ ചെറിയ SL, വളരെ ചെറിയ SL, ഒരു 10 പോയിൻറ്റിൻ്റെ SL മാത്രമേ അതിലുള്ളൂ അല്ലേ. അപ്പം ആ SL എന്ത് ചെയ്തു, അടിച്ചു. ഓക്കെ, അടിച്ചു, നോ പ്രോബ്ലം. എന്നും പ്രോഫിറ്റ് കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നും നമ്മൾ പറയുന്ന ട്രേഡ് സക്സസ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ദൈവമായി പോകും. മനസ്സിലായോ? പറയുന്നതെല്ലാം അതുപോലെ തന്നെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരായിരിക്കണം, ദൈവമായിരിക്കണം. ഓക്കെ, നമ്മൾ അതിനോടൊന്നും വളർന്നില്ല അല്ലേ. നമ്മുടെ പ്രഡിക്ഷൻസ് തെറ്റാകാം, ശരിയാകാം. അങ്ങനെ അത് മാർക്കറ്റിൻ്റെ ഓരോ സ്ട്രക്ചർ അനുസരിച്ച്, കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പോകും. അത് പോട്ടെ. അപ്പം നേരെ താഴെ വന്നു അല്ലേ. താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ മണത്തു. പക്ഷെങ്കിൽ ഇത് എനിക്ക് ചാർട്ടുമായിട്ട് വളരെയധികം പരിചയിച്ചത് കൊണ്ട് ഇത് ഒരു ട്രാപ്പ് ക്യാൻഡിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ട്രേഡ് എന്ത് ചെയ്തില്ല, എക്സിറ്റ് ആയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരിക്കലും പ്രീമിയം വെച്ചല്ല ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും ലെവൽ നോക്കിയാണ് സ്റ്റോപ്പ് ലോസ് നോക്കുന്നത്. ചാർട്ടിനകത്തിൽ നോക്കി മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഓക്കെ, ഒരു ന്യായമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടം വരെ എന്ത് ചെയ്തു, ഇത് വെയിറ്റ് ചെയ്തു. അടുത്ത ക്യാൻഡിലിൽ ഈ സാധനം തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് കയറിപ്പോയി ഇതിനേക്കാൾ വലിയൊരു ഹ്യൂജ് ക്യാൻഡിൽ കൊണ്ടു. അതിൽ കുറച്ച് പേര് ഈ ട്രേഡ് ഹോൾഡ് ചെയ്തു, കുറച്ച് പേർക്ക് SL അടിച്ചു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ല വൃത്തിയായിട്ട് കയറിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സിറ്റ് ആകാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് എക്സിറ്റായി, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഞാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു അല്ലേ. അപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടം കിടക്കുകയാണ്. എന്താണ്, ആദ്യത്തെ അവരുടെ SL അടിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇനി ട്രേഡ് എടുക്കരുത്. ഇവിടുന്ന് ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ, ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു റീടെസ്റ്റിന് വരാനുള്ള സാധ്യത ഉണ്ട്. ഇന്നലെ ഇതേ ഒരു ട്രേഡ് പറഞ്ഞായിരുന്നു അല്ലേ. മാർക്കറ്റ് റീടെസ്റ്റിന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റീടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇവിടെ ട്രേഡ് എടുക്കലെന്ന് പറഞ്ഞു. മേലോട്ട് പോയിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്തു, നമുക്കൊരു റീടെസ്റ്റ് കിട്ടി അല്ലേ. റീടെസ്റ്റ് കിട്ടിയപ്പോൾ നമുക്കിവിടെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തു ഇല്ലേ. അതിനുശേഷം നേരെ മാർക്കറ്റ് മുകളോട്ട് പോയി. ഈ 2 ക്യാൻഡിലിന് ആവശ്യമുള്ളൂ, ഇത്രയൊന്നും കാത്തിരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ 2 ക്യാൻഡിൽ കിട്ടി നിങ്ങൾ ഇറങ്ങിക്കോളാം ഞാൻ പറഞ്ഞു. ഈ 2 ക്യാൻഡിൽ കിട്ടി ഇവിടെ, കാരണം നമ്മൾ ഇവിടെ ട്രേഡ് എടുത്ത് ഈ പോയിന്റിൽ ട്രേഡ് എടുത്തു. ഈ 2 ക്യാൻഡിൽ എത്ര പോയിന്റ് കിട്ടി, 141, 200, ഒരു 60-65 പോയിന്റ് ഇവിടെ കിട്ടി. ഓക്കെ, ATM ആണെന്നുണ്ടെങ്കിൽ ഒരു 30, 35, 32 പോയിന്റ് പ്രീമിയം നിങ്ങൾക്ക് കിട്ടി ഇല്ലേ. അപ്പം ഇവിടുത്തെ ഈ 10 പോയിന്റിൻ്റെ ലോസ് ഇവിടെ കൊണ്ട് കവറായി ഇല്ലേ. ഇതോടുകൂടെ നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ച്. ഇപ്പോൾ സമയം എന്തുവായി, 10:30 അല്ലെ 11 മണി. 11 മണിയായപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. 11 മണിയായപ്പോൾ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും അവരവരുടെ വഴിക്ക് പോവുക. എന്താണ് പരിപാടി വെച്ചാൽ ആ പരിപാടിക്ക് പോവുക, നിർത്തി പൊക്കോളാം ഞാൻ എല്ലാവരോടും പറഞ്ഞു വിട്ടു. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. അതായത് മിനിമം ടൈമിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിരുന്നിട്ട് ഉള്ള മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം എന്ന് ഞാൻ പറയത്തില്ല, ന്യായമായ പ്രോഫിറ്റ്. ഓക്കെ, ന്യായമായ പ്രോഫിറ്റും കൊണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ ശ്രമിക്കണം. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം ലിമിറ്റഡ് ടൈം, ന്യായമായ പ്രോഫിറ്റ്. മനസ്സിലായോ? നമ്മൾ അത് കിട്ടിയാൽ അപ്പോഴേ കളം വിട്ടോണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ചവിട്ടി കുത്തിയിരുന്ന് അവസാനം അങ്ങോട്ടും ആടി. അതിനുശേഷം നമ്മൾ ട്രേഡ് എടുത്തു. ഈ ട്രേഡിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടേലും പോയോ? ഇല്ല. ഇത് ഇത്രയും നേരം 12 മണി വരെ, 12-12:30 വരെ മാർക്കറ്റ് ഇവിടെ കിടന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഗ്രൂപ്പിനകത്തിൽ. അപ്പം ഇത്രയും നേരം മാർക്കറ്റ് എങ്ങോട്ടേലും പോയി. ഇന്ന് എക്സ്പയറി ഡേ ആണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആടിക്കളിച്ച് പ്രീമിയം ഇങ്ങനെ ഉരുകിക്കൊണ്ടിരുന്നു.
എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോൾ കിട്ടി. അത് നമ്മുടെ ബജറ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലാത്ത പരിപാടിയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലാത്ത പരിപാടിക്ക് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ. നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. നമ്മുടെ ട്രേഡ് ഇവിടെ ഒരു ട്രേഡും ഇവിടെ 2 ട്രേഡ്. നമ്മുടെ 2 ട്രേഡ് കഴിഞ്ഞു. അതോടെ നമ്മുടെ പരിപാടി നിർത്തി. ഇത് നമ്മുടെ പരിപാടിയിൽ ഇല്ലാത്ത പരിപാടിയാണ്. ഓക്കെ. നമ്മുടെ നോട്ടീസിൽ അടിക്കാത്ത പരിപാടിയാണിത്. അപ്പം അജണ്ടയിൽ ഇല്ലാത്ത പരിപാടിക്ക് നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല. ഓക്കെ. എങ്ങനെയും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കരുത്. നമ്മുടെ അജണ്ടയിലുള്ള പരിപാടിക്ക് മാത്രമേ നമ്മൾ നിൽക്കാവൂ. ഇത് നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് വിട്ടു. ഓക്കെ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ സംഭവം. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ഇന്നും നമുക്ക് നോക്കാം. മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്? നമ്മളുടെ മൂന്നാമത്തെ ദിവസവും, മഹത്തായ മൂന്നാമത്തെ ദിവസവും നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ശരിയല്ലേ പറഞ്ഞേ? ഇതാ നോക്ക്, മൂന്നാമത്തെ ദിവസവും നമ്മുടെ അതേ റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെ ദൈവം സഹായിച്ച് ഒരെണ്ണം പോലും മാറ്റാനില്ല. കണ്ടോ, നമ്മുടെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് വീണ്ടും ഇവിടെ ക്ലോസ് ചെയ്തത്. ഇപ്പം കഴിഞ്ഞ എത്ര ദിവസം കൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തത്? 11-ാം തീയതി ഒന്നിവിടെ, പിന്നെ 2ാമത്തെ ഇവിടെ, 3ാമത്തെ നാളെ മാർക്കറ്റ് ഇവിടെ തന്നെയാണ്, ഈ റേഞ്ചിൽ തന്നെയാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ? ഇന്ന് രാത്രിയിൽ ട്രംപിൻ്റെ മോഡിയുടെ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ ഡൗ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സമയം എന്തോ 5:20 നാസ്ഡാക്ക് ഫ്യൂച്ചർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇനിയിപ്പം എവിടെ ചെന്ന് നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം ഒന്നുകിൽ മാർക്കറ്റ് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നമുക്കൊരു ട്രെൻഡ് കഴിയും. ചിലപ്പോൾ നാളെ എന്തായാലും ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഡൗണോ ഉള്ള സാധ്യതയായിരിക്കും കാണുന്നത്. മോഡി അവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് നെഗറ്റീവ് വരുന്നൊരു കാര്യം പറയുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പം ഇന്നലെ കുറേ പേര് പറഞ്ഞു, ചേട്ടൻ ഒരു താഴോട്ട് ഒറ്റ ലൈനെ ഇട്ടുള്ളതിൻ്റെ പ്രതീക്ഷയായിരുന്നൊക്കെ പലരും പല കമൻറ്റുകളും പറഞ്ഞു. അങ്ങനൊന്നും ആരും വിചാരിക്കരുത്. എൻ്റെ ഒരു കൺവിക്ഷൻ അതാണ്. മാർക്കറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് കണ്ടാണ് ഞാൻ അങ്ങനെ ഒരെണ്ണം വരച്ചത്. നാളെ അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും ലെവലുകൾക്കൊന്നും ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്യുന്നുമില്ല, പുതുതായിട്ടൊന്നും ഡിലീറ്റ് ചെയ്യുന്നുമില്ല. എല്ലാം അതുപോലെ തന്നെ അവിടെ കിടന്നോട്ടെ, നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഓക്കെ. അപ്പം നാളെ എല്ലാവരും, അപ്പം ഞാനിതിനകത്തിലേ എല്ലാവരുടെ ഒരു കാര്യം പറയാം. ഞാൻ ആരോടും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് ചെയ്യാൻ തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ തോന്നുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഡെയിലി ഇപ്പം 10, 15, 20 പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ അറിഞ്ഞ് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യട്ടെ, അതല്ലേ നല്ലത്. നമ്മൾ പറയിപ്പിക്കുന്നത്, തല്ലിപ്പഴിപ്പിക്കുന്നത് ശരിയാണോ? അല്ല. തല്ലിപ്പഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ പഴത്തിന് മധുരം ഉണ്ടാകത്തില്ല. അപ്പം സ്വയം വിളഞ്ഞു പഴുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല മാധുര്യമേറും. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ സെമിനാറിൻ്റെ കാര്യം ആരും മറക്കണ്ട. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് ചാനൽ വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.